വിഭൂതി ബുധനാഴ്ചയിലൂടെ നാം ലത്തീൻ ആരാധനക്രമമനുസരിച്ച് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ആത്മീയ യാത്രയുടെ തുടക്കത്തിലേക്കാണ് നാം കടക്കുക. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പശ്ചാത്താപത്തിൻ്റെയും കാലമായ വലിയ നോമ്പ്. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന ഓർമ്മപ്പെടുത്തലോടെ നെറ്റിയിൽ ചാരം പൂശുന്നു. പ്രതീകാത്മകമായി ജീവിതത്തിൻ്റെ നശ്വരതയും ദൈവകൃപയുടെ അനശ്വരതയുമാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചാരം ഒന്നാമതായി മനുഷ്യൻ്റെ അഹങ്കാരത്തെ ദഹിപ്പിച്ച് വിനയത്തിലേക്ക് അവനെ വിളിക്കുന്നു. ലോകത്തിലെ മഹത്വങ്ങളും സമ്പത്തും അധികാരവും എല്ലാം താൽക്കാലികമാണെന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമതായി പശ്ചാത്താപം പുറത്തല്ല, അകത്താണ് നടക്കേണ്ടത് എന്നവനെ ഓർമ്മിപ്പിക്കുന്നു. വസ്ത്രം കീറുക എന്നതിലുപരി ഹൃദയം കീറുക, ദോഷശീലങ്ങൾ ഉപേക്ഷിക്കാൻ, ക്ഷമിക്കാൻ പഠിക്കൽ, ദരിദ്രരെ സഹായിക്കാൻ, ദൈവവുമായുള്ള ബന്ധം പുതുക്കാൻ, ഇവയൊക്കെയാണ് യഥാർത്ഥ നോമ്പ്. വലിയ നോമ്പ് നമ്മെ നിശബ്ദതയിലേക്ക് വിളിക്കുന്നു. കുറച്ച് സമയം ദൈവവചനം വായിക്കാനും ജപമാല ചൊല്ലാനും ഹൃദയം തുറന്ന് ദൈവത്തോട് സംസാരിക്കാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഉപവാസത്തിലൂടെ മിച്ചം വരുന്നത് സഹോദരരുമായി പങ്കിടുമ്പോൾ നോമ്പ് പൂർത്തിയാകും. നെറ്റിയിൽ ചാരം പൂശുന്ന ഈ നിമിഷം ഒരു ആചാരത്തെക്കാൾ ഉപരി ഒരു പുതിയ തുടക്കമാകട്ടെ. പാപത്തിൽ നിന്ന് കൃപയിലേക്കുള്ള യാത്ര, അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്കുള്ള ഒരു യാത്ര, അകലെ നിന്ന് ദൈവസന്നിധിയിലേക്കുള്ള യാത്ര. ഈ വലിയ നോമ്പുകാലം ഓരോരുത്തർക്കും ആത്മീയതയുടെ പുതിയ ജന്മത്തിൻ്റെ സമയമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.